ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും നല്ലൊരു പ്രഭാതത്തിനായി കർത്താവിനോട് സ്തോത്രം ചെയ്യാം. നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തന പുസ്തകം 10:18. സങ്കീർത്തനങ്ങൾ 10:18. യഹോവ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവിടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്നു. യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. സർവശക്തനായ ദൈവത്തോട് നാം അപേക്ഷിച്ച അപേക്ഷ കേട്ടു എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാം. എവിടെയെങ്കിലും വിശ്വാസത്തിൻ്റെ കുറവ്, അവിശ്വാസം കൂടിയെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നാം അപേക്ഷിച്ച അനേക അപേക്ഷ കേട്ടു എന്ന് ഈ പ്രഭാതത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത് പോലെ നാം വിശ്വസിക്കുക. എൻ്റെ അപേക്ഷ എൻ്റെ കർത്താവ് കേട്ടു. ഹല്ലേലൂയ! എൻ്റെ അപേക്ഷ എൻ്റെ കർത്താവ് കേട്ടു. എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യയുടെ കുടുംബത്തിന് വേണ്ടി, അവിടെ ബന്ധുമിത്രാദികൾ, അവിടെ ജോലി മേഖല, വിദ്യാഭ്യാസ മേഖല, സമ്പത്ത്, രോഗത്തിനെതിരെ, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, അങ്ങനെ നാം ഏത് വിഷയത്തിനുമേൽ കർത്താവിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ആ അപേക്ഷ കേട്ട ദൈവം. ഹല്ലേലൂയ! ഇന്ന് ആ അപേക്ഷയ്ക്ക് ഒരു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വലിയൊരു പ്രവൃത്തി വെളിപ്പെടട്ടെ. നാം എന്താണോ ആഗ്രഹിച്ചത് അതിനേക്കാൾ ഉത്തമമായി തന്നെ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഈ മാതാപിതാക്കൾ, ഈ സഹോദരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ തന്ന അപേക്ഷ അങ്ങ് കേട്ടതിനായി സ്തോത്രം. ആ അപേക്ഷ സ്വീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ സർവശക്തനായ ദൈവമേ, മറുപടി എന്ന ആ മറുപടി തക്ക സമയത്ത് വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആർക്കും സർവശക്തനായ ദൈവമേ കർത്താവ് കടക്കാരനല്ലല്ലോ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രവൃത്തി എല്ലാവരിലും അത് വെളിപ്പെടട്ടെ. ഇന്നങ്ങനെ സംഭവിക്കാൻ പോകുന്ന നല്ല മുഖാന്തരത്തിനായി നന്ദി. അതിപ്പോൾ ഈ നിമിഷം ഈ പ്രഭാതത്തിൽ സംഭവിക്കട്ടെ. എല്ലാ അപേക്ഷകളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. സർവശക്തനായ ദൈവം എല്ലാവരും ആയിരക്ക് ദീർഘായുസ്സോടെ കാത്തു പരിപാലിക്കട്ടെ. സർവശക്തനായ ദൈവം ഇന്നേവരെ കൂടെ ഇരുന്ന് ഇനിയും കൂടെ ഇരുന്ന് സർവശക്തനായ ദൈവം അത്ഭുതം ചെയ്യുമായിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.